അസ്സലാമു അലൈക്കും. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പ് ഉപേക്ഷിക്കുമ്പോൾ ഫിദിയ നൽകുന്നതോടൊപ്പം നോമ്പ് നോറ്റുവീട്ടേണ്ടതുണ്ടോ? ഇതിന്റെ മതവിധി എന്ത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ റമളാനിൽ നോമ്പെടുക്കാൻ കഴിയാത്ത രോഗികൾ, യാത്രക്കാർ മുതലായവർ അന്ന് നോമ്പെടുക്കാതെ അത്രയും എണ്ണം അവരുടെ പ്രയാസം മാറിയ ശേഷം റമളാൻ കഴിഞ്ഞിട്ട് നിർവഹിച്ചാൽ മതി. എന്നാൽ നോമ്പനുഷ്ഠിക്കാൻ വളരെ പ്രയാസമാണ്. റമളാൻ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ നോമ്പ് വീട്ടാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ഇളവ് അനുവദിച്ചിരിക്കുന്നു. അവർ പക്ഷേ പകരം ഫിദിയ കൊടുക്കേണ്ടതാണ്. ഫിദിയ എന്നാൽ പകരം നൽകുന്നത് അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്നൊക്കെയാണ് അർത്ഥം. പ്രായാധിക്യത്താൽ അവശരായവർ, അതായത് രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത മാറാരോഗികൾ, അമ്മമാർ, ഗർഭിണികളായ മുലയൂട്ടുന്ന അമ്മമാർ, ഇവരൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നു. ഇങ്ങനെ ഉള്ളവർ ഒരു നോമ്പിന് ഒരു ദരിദ്രന് ആഹാരം കൊടുക്കണം. ഇതാണ് ഫിദിയ. എത്ര നോമ്പ് നഷ്ടപ്പെട്ടുവോ അത്രയും അഗതികൾക്ക് ആഹാരം നൽകണം. അവനവൻ്റെ ജീവിത നിലവാരം അനുസരിച്ച് ഒരാൾക്ക് ആഹാരം നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായി എത്രയെന്നോ ആർക്കെന്നോ നിജപ്പെടുത്തിയിട്ടില്ല. എത്ര നോമ്പ് നഷ്ടപ്പെട്ടുവോ അത്രയും അഗതിക്ക് ആഹാരം നൽകണം. ഖുർആൻ പറഞ്ഞല്ലോ, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ദരിദ്രരായ ഒരു സാധുവിന് ഭക്ഷണം നൽകുക, അതാണ് ഇതുകൊണ്ട് അഗതിക്ക് ആഹാരം നൽകുക എന്നതുകൊണ്ട് ഖുർആൻ അർത്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പെടുക്കാൻ കഴിയാത്ത ഗർഭിണികളായ മുലയൂട്ടുന്ന അമ്മമാർക്ക് നോമ്പ് നോറ്റു വീട്ടുന്നതിന് പകരം ഫിദിയ കൊടുത്താൽ മതി. ഈ ഫിദിയയുടെ കണക്ക് എത്ര എന്ന് ഒരു സാ മുതൽ ഒരു മുദ്ദ് വരെ കൊടുത്തിരുന്നു. ഒരു സായി എന്ന് പറയുമ്പോൾ ഇന്നത്തെ 3 ലിറ്ററും, മുദ്ദ് എന്ന് പറഞ്ഞാൽ സായിൻ്റെ 4/1 അപ്പം നമ്മൾ കണക്കാക്കി വരുന്നത് ഒരു ദിവസത്തെ നാം കഴിക്കുന്ന ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്.